ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. മുംബൈ താബോർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. കർത്താവിൻ്റെ തിരുവചനങ്ങൾ ധ്യാനിച്ച് നമുക്ക് ശക്തി പ്രാപിക്കാം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവിൻ്റെ തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യം ഇതാണ്: കഷ്ടതകളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അലച്ചിലുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ കൈപ്പേറിയ വിഷം പോലെ നമ്മളെ സ്വാധീനിക്കുകയും അത് നമ്മുടെ മനസ്സിനെ തകർക്കുകയും ചെയ്തേക്കാം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഒത്തിരിയേറെ മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവരുടെ ജീവിതത്തിലെ കഷ്ടതകളെക്കുറിച്ചുള്ള ഓർമ്മകൾ, തകർന്നുപോയ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതൊക്കെ ചിന്തിച്ച് മനം തകർന്ന് ജീവിക്കുന്ന അനേകരെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ വചനവും അതുതന്നെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഓർമ്മകൾക്ക് നമ്മളെ നശിപ്പിക്കുവാനുള്ള കഴിവുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ നമ്മൾ 21 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചാൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കും: നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവൻ്റെ ആയുസ്സുമാണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. ദുഃഖത്തിന് മനുഷ്യമക്കളെ നശിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദുഃഖങ്ങൾക്ക് മനുഷ്യമക്കളെ നശിപ്പിക്കുന്നതിനുള്ള കഴിവുണ്ട്. ദുഃഖങ്ങളിൽ നിന്ന് മോചിതരാകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലവിധത്തിലുള്ള ദുഃഖങ്ങൾ നമ്മളെ അലട്ടാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ തമിഴ്നാട്ടിൽ ഒരു ബൈബിൾ കൺവെൻഷനായിട്ട് പോയപ്പോൾ, ഒരു തമിഴ് ബൈബിൾ കൺവെൻഷനാണ്. അവിടെ ആ ധ്യാനത്തിനിടയിൽ, കൺവെൻഷനിടയിൽ വെച്ച് ഒരു അപ്പച്ചന് വലിയൊരു സൗഖ്യവും വിടുതലും ലഭിച്ചു. അദ്ദേഹം ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് സ്റ്റേജിലേക്ക് ഓടി വന്ന് അദ്ദേഹം തൻ്റെ സാക്ഷ്യം അവിടെ പറയുകയുണ്ടായി. അദ്ദേഹത്തിന് ഏകദേശം ഒരു 10-60 വയസ്സ് പ്രായം കാണും. അദ്ദേഹം അവിടെ വന്ന സ്റ്റേജിൽ വന്ന് ആദ്യം കുറേ കരഞ്ഞു, സങ്കടപ്പെട്ടു. പിന്നീട് അദ്ദേഹം ദൈവത്തിന് കുറേ നേരം നന്ദി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ആ സാക്ഷ്യം എങ്ങനെയായിരുന്നു? അദ്ദേഹം വലിയൊരു ദുഃഖത്തിലൂടെ, സങ്കടത്തിലൂടെ കടന്നുപോയി. അതിനുശേഷം അദ്ദേഹത്തിന് മരിക്കണം എന്ന ചിന്തയായിരുന്നു. എങ്ങനെയെങ്കിലും മരിക്കണം, ജീവിതം മടുത്തു, ഈ ഭൂമിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകണം എന്നൊരു ചിന്തയായിരുന്നു ഏതാനും നാളുകളായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൺവെൻഷനിൽ അദ്ദേഹം വന്ന് പങ്കെടുത്തത്. അങ്ങനെ അവിടെ തമിഴ്നാട്ടിൽ അദ്ദേഹം തന്നെ സ്റ്റേജിൽ വന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ കാര്യമാണ്. തമിഴ്നാട്ടിൽ തഞ്ചാവൂർ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അദ്ദേഹം തന്നെ സ്റ്റേജിൽ വന്ന് എല്ലാവരും കേൾക്കെ പറഞ്ഞ സംഭവം ഇതായിരുന്നു: അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. പെട്ടെന്നായിരുന്നു ആ സ്ത്രീക്ക് ഒരു അസുഖം വന്നു. അതിനുശേഷം ചെറിയ ചികിത്സയൊക്കെ കൊടുത്തു. അവർ മരിച്ചുപോയി. അവർക്ക് അന്ന് 19 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ. പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത്. അതിനുശേഷം ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ, ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി: എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടത്ര നല്ല ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് നല്ല ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ അവൾ അങ്ങനെ മരിച്ചു പോവുകയില്ലായിരുന്നു. ഞാൻ ആ നാളുകളിൽ വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല.
ഞാൻ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് അവൾ ആ പ്രായത്തിൽ മരിച്ചത്, എനിക്ക് അവളെ നഷ്ടപ്പെട്ടു പോയത്, ഞാനത് ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്തില്ല എന്നൊക്കെ ഓർത്ത് ഈ മനുഷ്യനിങ്ങനെ ദുഃഖിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ വല്ലാത്ത ദുഃഖവും കുറ്റബോധവും ഇങ്ങനെ വന്നു നിറഞ്ഞു. ഞാൻ ശ്രദ്ധിക്കാത്തത് മൂലമാണ് എൻ്റെ ഭാര്യ മരിച്ചത്, ഞാൻ വേണ്ടത്ര നല്ല ചികിത്സ കൊടുക്കാത്ത മൂലമാണ് എൻ്റെ ഭാര്യ മരിക്കാനിട വന്ന്. അങ്ങനെ ചിന്തിച്ച് ഈ മനുഷ്യൻ്റെ മനസ്സ് നിറയെ ദുഃഖമായി. പിന്നീട് സാവധാനം ഇദ്ദേഹത്തിന് ഒന്നിലും സന്തോഷമില്ലാത്ത അവസ്ഥയായി. അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഇപ്പോൾ ഏതാനും നാളുകളായിട്ട് അദ്ദേഹം അവിടെ പറയുകയായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന ചിന്ത. ഞാനിങ്ങനെ ആത്മഹത്യ ചിന്തയുമായിട്ട് നടക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ മരിക്കാൻ പേടിയാണ് താനും. അതേസമയം മരിച്ചാൽ മതി എന്ന ചിന്ത. പക്ഷേ അവിടെ നടന്ന ആ ബൈബിൾ കൺവെൻഷനിൽ അദ്ദേഹം വന്ന് പങ്കെടുത്തത്, സൗഖ്യ ആരാധനയുടെ സമയത്ത് അദ്ദേഹത്തിന് വലിയൊരു വിടുതൽ കിട്ടി. അദ്ദേഹം അവിടെ സാക്ഷ്യം പറഞ്ഞ് എങ്ങനെയാണ്, ആരാധനയുടെ സമയത്ത് വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച സമയം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോകുന്ന പോലൊരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി. ആ നിമിഷം മുതൽ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യുന്നതിനുള്ള ആ ചിന്ത അദ്ദേഹത്തിന് വിട്ടുപോവുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, വലിയൊരു സന്തോഷത്തോടെ അദ്ദേഹം വന്ന് സാക്ഷ്യം പറഞ്ഞ ഒരു മേഖലയാണ് അദ്ദേഹത്തിന് മരിക്കണമെന്ന ആ ചിന്തയിൽ നിന്ന് വിടുതൽ കിട്ടി. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന് ആരാധനയുടെ സമയത്ത് എന്തോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവം പോലും ഉണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദുഃഖം ഒരു പൈശാചിക പിടയായി മാറാം. ചില കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ചിന്തിച്ച് ദുഃഖിച്ചു കൊണ്ടിരുന്നാൽ അതൊരു പൈശാചിക പിടയായി മാറാം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നത്, നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനം, സന്തോഷം ഒരുവൻ്റെ ആയുസ്സുമാണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ സാധിക്കണം. ദുഃഖങ്ങൾക്ക് നശിപ്പിക്കാനുള്ള ശക്തിയുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. സ്നേഹമുള്ളവരെ, ആത്മാവിനെ സന്തോഷിപ്പിക്കണമെന്നും ഹൃദയത്തെ ആശ്വസിപ്പിക്കണമെന്നും ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പല വിധത്തിലുള്ള ദുഃഖങ്ങളാണ് നമ്മളെ അലട്ടുക. പല വിധത്തിലുള്ള ദുഃഖങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടാം. ചിലപ്പോൾ ചില വ്യക്തികളെ അലട്ടുന്ന ദുഃഖങ്ങളാണ് മറ്റുള്ളവരിൽ നിന്ന് കേട്ട കാര്യങ്ങൾ അവരെ ഇങ്ങനെ ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കാം. ചിലർ സങ്കടപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിച്ചത്, ചില മോശമായ പേരുകൾ വിളിച്ചത്, അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വലിയ സങ്കടങ്ങളും ദുഃഖങ്ങളുമായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കാം. ഒരിക്കൽ ഒരു സ്ഥലത്ത് ധ്യാനത്തിനിടയിൽ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടാൻ ഇടവന്നു. അപ്പോൾ അവളുടെ ജീവിതത്തിൽ വലിയൊരു തകർച്ച സംഭവിച്ചു. അവൾ പഠനത്തിനൊക്കെ പോയ സമയത്ത് ഒരു തെറ്റായ സ്നേഹബന്ധത്തിലൊക്കെ പെട്ടു. വീട്ടുകാരറിയാതെ രജിസ്റ്റർ വിവാഹമൊക്കെ നടത്തി ആ വ്യക്തിയുടെ കൂടെ ഏതാനും നാൾ ഒരുമിച്ച് ജീവിക്കുക. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായി. അവസാനം ഒരു ദിവസം ആ വ്യക്തിയോടൊക്കെ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വന്നൊരു ഫോണിൽ നിന്ന് ഇവൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് വേറെ ഭാര്യയും 2 കുട്ടികളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം ഈ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ഇതൊന്നും പറയാതിരുന്നത്, നിങ്ങൾക്ക് വേറെ ഭാര്യയും മക്കളുള്ള വിവരമൊക്കെ പറയാതിരുന്നത് എന്ന് അവൾ വളരെ രോക്ഷത്തോടെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് പറയാൻ മറന്നുപോയത്, നീ കാര്യമാക്കേണ്ട. അപ്പോൾ അവൾക്ക് മനസ്സിലായി, വേറൊരു ഭാര്യയും കുട്ടികളുള്ള വിവരം പറയാൻ മറന്നുപോയ വ്യക്തി തന്നെയും അധികം വൈകാതെ തന്നെ മറക്കുമെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. അവൾ വലിയ സങ്കടത്തിലായി, നിരാശയിലായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോന്നു. സ്നേഹമുള്ളവർ, അതിനുശേഷം എന്തു ചെയ്യണമെന്ന് ഈ കുട്ടിക്ക് അറിയത്തില്ല. ആത്മഹത്യ ചെയ്താലോ, അങ്ങനെയൊക്കെ ദുഃഖിച്ച് ഇങ്ങനെ സങ്കടത്തോടെ നടക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ അവൾക്ക് സാധിച്ചത്. ആ സമയത്ത് ആ കുട്ടി എൻ്റെ അടുത്ത് പങ്കുവച്ച കാര്യം ഇതായിരുന്നു, അച്ഛാ, എനിക്കൊരു വലിയ സത്യം മനസ്സിലായി. ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ സാധിക്കുന്നിടത്തോളം തെറ്റായ സ്നേഹബന്ധങ്ങളിലും പ്രതിസന്ധികളിൽ നിന്നും ചെന്ന് വീഴാതെ ഞാൻ ശ്രദ്ധിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. എൻ്റെ പഠനം പൂർത്തിയാക്കുന്നതുവരെ എനിക്ക് യാതൊരു പ്രതിസന്ധിയുമില്ലായിരുന്നു. പഠനത്തിന് ശേഷം ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു പ്രതിസന്ധിയിൽ ചെന്ന് പെട്ടതും ഇങ്ങനൊരു വലിയ പ്രശ്നമുണ്ടായതും. വാസ്തവത്തിൽ എനിക്ക് മനസ്സിലായി, വചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദുഃഖങ്ങളും മനസ്സിൻ്റെ മുറിവുകളുമാണ് എന്നെ ഈ മേഖലയിലേക്ക് കൊണ്ടുപോയതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിനക്കെന്താ മനസ്സിലായത്, വചന ശുശ്രൂഷയിൽ നിനക്കെന്താ മനസ്സിലായത്? അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ, കുട്ടിക്കാലം മുതലേ എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു, അതെന്നെ സങ്കടപ്പെടുത്തിയിരുന്നു. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനിങ്ങനെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുന്ന സമയം ഞാൻ നല്ലൊരു കുസൃതിയായിരുന്നു, ഒത്തിരി വികൃതികൾ ഞാൻ കാണിക്കുമായിരുന്നു. അമ്മയെ അനുസരിക്കാതെ നടക്കും, ഒത്തിരി വികൃതികളൊക്കെ ഞാൻ കാണിക്കും. അപ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെടും, അപ്പോൾ ഞാനും അമ്മയോട് ദേഷ്യപ്പെടും.
പലപ്പോഴും അമ്മ ഞാൻ എന്തെങ്കിലും അനുസരണക്കേട് കാണിക്കുമ്പോൾ എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യം ഇങ്ങനെയാണ്, നീ എന്ത് കണ്ടിട്ട് എങ്ങനെ കിടന്ന് തുള്ളുന്നത്? നിൻ്റെ കോലം കണ്ട് നിന്നെ ആരാണ് കെട്ടാൻ വരിക? അതാണ് അമ്മ എപ്പോഴും എന്നോട് ചോദിക്കാറുള്ളത്. നീ എന്ത് കണ്ടിട്ട് എങ്ങനെ കിടന്ന് തുള്ളുന്നത്? നിൻ്റെ കോലം കണ്ട് നിന്നെ ആരാ കെട്ടാൻ വരിക? വാസ്തവത്തിൽ അമ്മ അത് പറയുമ്പോൾ ഞാൻ അമ്മയുമായിട്ട് വഴക്കടിക്കും, തല്ലുകൂടും, പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ഞാൻ തന്നെ അതിലേക്ക് ജയിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി സ്ഥലമുണ്ട്, പറമ്പുണ്ട്. ഞാൻ ഈ പറമ്പിൽ ഇടയ്ക്ക് പോയി ദൂരെ ചെന്നിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കരയുമായിരുന്നു. അമ്മയുടെ വാക്കുകൾ ഓർത്തോർത്ത് ഞാൻ കരയുമായിരുന്നു. എന്നെ കാണാൻ അഴകില്ല എന്നും ആരും എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുകയില്ല എന്നും എൻ്റെ വിവാഹം എനിക്ക് നല്ലൊരു വ്യക്തിയെ കിട്ടുകയില്ല എന്നും ഓർത്തോർത്ത് ഞാൻ കരയുമായിരുന്നു. അങ്ങനെ എൻ്റെ മനസ്സിൽ ഈ സങ്കടം ഇങ്ങനെ കിടന്നു. അതിനുശേഷം പഠനം പൂർത്തിയായി, 10ാം ക്ലാസ് പഠനം കഴിഞ്ഞ് +2 പഠനം പൂർത്തിയായതിന് ശേഷമാണ് ഞാൻ പഠിക്കാൻ പോയത്. അവിടെ ചെന്ന് ഞാൻ വളരെ നന്നായിട്ട് പഠിച്ചു, നല്ല രീതിയിൽ മുമ്പോട്ട് പോയി പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷം ജോലി ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അവിടെ വെച്ച് ഈ വ്യക്തി ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ വ്യക്തി എൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞ കാര്യം ഇതാണ്, നിൻ്റെ കണ്ണുകൾക്ക് വലിയ സൗന്ദര്യമുണ്ട്. ഞാൻ ഈ ലോകത്തിൽ ഒരു സ്ത്രീയുടെ കണ്ണിലും കാണാത്ത സൗന്ദര്യം നിൻ്റെ കണ്ണുകൾക്കുണ്ട്. നിൻ്റെ കണ്ണിൻ്റെ ആഴം, അതിലേക്ക് എപ്പോഴും എനിക്ക് നോക്കിയിരിക്കാൻ വലിയ താല്പര്യമാണ്. നീ എന്നെ ഉപേക്ഷിക്കരുത്, എനിക്ക് നിന്നെ വേണം. അപ്പോൾ ഇവൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വ്യക്തി ഇവളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത്. ആ കേട്ട അവസ്ഥയിൽ തന്നെ ഇവൾ അമ്മ പറയാറുള്ള കാര്യം കൂടെ ഓർത്തു, നിൻ്റെ കോലം കണ്ട് ആരാണ് നിന്നെ കെട്ടാൻ വരിക? സ്നേഹമുള്ളവരെ, ആ കുട്ടി തന്നെ എന്നോട് പറയുകയായിരുന്നു, അച്ഛാ, ഞാൻ വിചാരിച്ചു ഒരു വ്യക്തി എന്നെ ഇഷ്ടപ്പെട്ട് ഇത്രയും സ്നേഹത്തോടെ വന്നതല്ലേ, ആ വ്യക്തിയെ വിവാഹം കഴിക്കായിരിക്കും നല്ലതെന്ന് കരുതി ഞാൻ അദ്ദേഹവുമായിട്ട് സ്നേഹത്തിലായി. അങ്ങനെയാണ് വീട്ടുകാർ പോലും അറിയാതെ രജിസ്റ്റർ വിവാഹം നടത്തി ഞാൻ ഈ വ്യക്തിയുടെ ജീവിതം ആരംഭിച്ചത്. ഇന്നത് വലിയ തകർച്ചയിൽ വന്ന് അവസാനിച്ചു. അപ്പോൾ ആ മകൾ എന്നോട് പറയുകയായിരുന്നു, അച്ഛാ, ഈ എല്ലാ പ്രതിസന്ധികൾക്കും ഈ തെറ്റായ സ്നേഹബന്ധത്തിൻ്റെയും ഈ രജിസ്റ്റർ വിവാഹത്തിൻ്റെയും എല്ലാം അടിസ്ഥാനപരമായ കാരണം അവളുടെ ഉള്ളിൽ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അവൾ എപ്പോഴും സങ്കടപ്പെടുമായിരുന്നു. നിൻ്റെ കോലം കണ്ട് നിന്നെ ആരാണ് കെട്ടാൻ വരിക എന്നുള്ള വാക്കുകൾ കേട്ട് അവൾ ഒത്തിരിയേറെ മുറിവേറ്റിരുന്നു. സ്നേഹമുള്ളവരെ, അത് അവളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചു. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മളെ വളരെയധികം സ്വാധീനിക്കാം. ചിലപ്പോൾ നമ്മളെ വളരെയധികം മുറിപ്പെടുത്താം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ സങ്കടങ്ങളിലേക്ക് കൊണ്ടുപോകാം. ചിലപ്പോൾ ചില ആളുകൾ ചില പേരുകൾ പറഞ്ഞ് നമ്മളെ വിളിച്ചു കളിയാക്കി, നമ്മളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത് അതൊക്കെ നമ്മുടെ മനസ്സിൽ മുറിവുകളായി സങ്കടങ്ങളായി മാറാനും സങ്കടപ്പെട്ട് ജീവിക്കാനിടയുണ്ട്. ഒരിക്കലൊരു ധ്യാനത്തിനിടയിൽ വെച്ച് ഞാൻ ഒരു കുരങ്ങൻ്റെ കഥ പറഞ്ഞ് ഒരു പ്രസംഗം അവതരിപ്പിക്കുകയായിരുന്നു. ഒരു വിഷയം പറഞ്ഞപ്പോൾ ഞാനൊരു പുസ്തകത്തിൽ വായിച്ച ഒരു കുരങ്ങൻ്റെ കഥയാണ് പറഞ്ഞത്. വാസ്തവത്തിൽ ആ കുരങ്ങൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന സമയം ആ ധ്യാനത്തിൽ സംബന്ധിച്ചു കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, ഒരു യുവതിയായ പെൺകുട്ടി മുന്നോട്ട് കയറി വരികയും കുറച്ച് നേരം കഴിഞ്ഞ് അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബക്കറ്റിൽ പിടിച്ചു നിന്ന് അവസാനം ആ കുരങ്ങൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞതേ ആ ബക്കറ്റ് എടുത്തൊരൊറ്റ എറിഞ്ഞു എന്നെ. വാസ്തവത്തിൽ ആ സംഭവം കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിപ്പോയി. അങ്ങനെ എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ആർക്കും പിടികിട്ടിയില്ല. കാര്യമായിട്ടൊന്നും അവിടെ സംഭവിച്ചില്ല. എങ്കിൽ പോലും അവളെ ഏതാനും പേര് വന്ന് പിടിച്ചു പോയി. അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം ആ കുട്ടിയും അമ്മയും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യം ഇതായിരുന്നു, അച്ഛൻ, ഫാദർ കുരങ്ങൻ്റെ കഥ പറഞ്ഞതാണ് എനിക്ക് പ്രശ്നമായത്. അപ്പോൾ എന്താണ് കുരങ്ങൻ്റെ കഥ കേട്ടപ്പോഴും നിൻ്റെ കുഴപ്പം എന്ന് ചോദിച്ചപ്പോൾ ആ യുവതിയായിട്ടുള്ള പെൺകുട്ടി പറയുകയായിരുന്നു, അവൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ കൂട്ടുകാരികൾ അവളെ കുരങ്ങി എന്ന് വിളിക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കുരങ്ങൻ്റെ കഥ കേട്ടാൽ പോലും അവൾക്ക് സഹിക്കത്തില്ല, അവൾ വയലൻ്റ് ആകും. അതാണിപ്പോൾ അവളുടെ പ്രശ്നം. അപ്പോൾ സ്നേഹമുള്ളവരുടെ ജീവിതത്തിൽ ചില മേഖലകൾ അങ്ങനെയാണ്. മറ്റുള്ളവർ നമ്മളെ ചില പേരുകൾ വിളിച്ചത്, കുറ്റപ്പേരുകൾ വിളിച്ചത്, വേദനിപ്പിച്ചത്, സങ്കടപ്പെടുത്തിയത് ഇങ്ങനെ ദുഃഖങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുകയും അസ്വസ്ഥപ്പെടുകയും ചിലപ്പോൾ തന്നെ അതൊരു വ്യക്തിത്വത്തിൻ്റെ ഭാഗങ്ങളായി തീരുകയും ഒരുപക്ഷെ നമ്മൾ വീട്ടിലും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലുമൊക്കെ ഒത്തിരി ദേഷ്യവും അസ്വസ്ഥ പ്രകടിപ്പിക്കുന്നവരൊക്കെ ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദുഃഖം അകറ്റണം, ആത്മാവിനെ സന്തോഷിപ്പിക്കണം, ഹൃദയത്തെ ആശ്വസിപ്പിക്കണം. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. ദുഃഖങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാകണം എന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. പലപ്പോഴും നമ്മൾ സന്തോഷിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തിരിക്കാനോ അല്ലെങ്കിൽ ആ സന്തോഷത്തോടു കൂടെ ആയിരിക്കാനോ നമുക്ക് സാധിക്കാറില്ല. എന്നാൽ ദുഃഖിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും അത് ഓർക്കുകയും പലപ്പോഴും അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ ജീവിതത്തിൽ കാണും. ഒരിക്കൽ ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ വായിക്കാനിട വന്നു. അദ്ദേഹം ഒരു വലിയ സദസ്സിന് മുമ്പിൽ
നിന്നുകൊണ്ട് ഈ ചാർലി ചാപ്ലിൻ അദ്ദേഹം ഒരു നല്ല തമാശ അവതരിപ്പിച്ചു. അങ്ങനെ ഈ തമാശ അവതരിപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ തമാശ കണ്ട് തട്ടഹസിച്ച് ചിരിച്ച് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. ചാർലി ചാപ്ലിൻ അതിനുശേഷം വീണ്ടും അതേ തമാശ തന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കാണിച്ചു. അപ്പോഴും ആ കൂട്ടത്തിലുണ്ടായിരുന്ന കുറേ ആളുകൾ കൈയടിച്ച് ചിരിച്ച് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ തമാശ കാണിച്ചു. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു പകുതിയോളം ആളുകൾ വീണ്ടും കൈയടിച്ച് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം നാലാമതും അതേ തമാശ തന്നെ കാണിച്ചു. പക്ഷേ അപ്പോൾ ഏതാനും ചിലർ മാത്രം കൈയടിച്ചേ അതിനുശേഷം ഈ ചാർലി ചാപ്ലിൻ അഞ്ചാമതും ഇത് തമാശ കാണിച്ചു. അപ്പോൾ വാസ്തവത്തിൽ ആരും തന്നെ കൈയടിച്ചില്ല. അപ്പോൾ ഈ ചാർലി ചാപ്ലിൻ അവിടെ ഉണ്ടായിരുന്ന വലിയ സദസ്സിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ സന്തോഷിക്കാനുള്ള ഒരു കാരണം നിങ്ങളുടെ അരികിൽ പലവട്ടം അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് അത് വീണ്ടും വീണ്ടും ഓർത്ത് സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് ഓർത്ത് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ജീവിതത്തിലെ ചില ദുഃഖിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് ഇപ്പോഴും ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നത്? ചില ആളുകൾ കുട്ടിക്കാലത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ പോലും വീണ്ടും വീണ്ടും ഓർത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നത്? വാസ്തവത്തിൽ ചാർലി ചാപ്ലിൻ പറഞ്ഞ കാര്യം വലിയൊരു സത്യമാണ്. സന്തോഷിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഒത്തിരിയേറെ ഉണ്ടെങ്കിലും പലപ്പോഴും വീണ്ടും വീണ്ടും അതോർത്ത് സന്തോഷിക്കാൻ പലർക്കും സാധിക്കുന്നില്ല. എന്നാൽ കുട്ടിക്കാലത്ത് മുതൽ സംഭവിച്ച പല കാര്യങ്ങളും ഓർത്തോർത്ത് ദുഃഖിക്കുന്നവരാണ് പലതും. കുട്ടിക്കാലത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ, ചില വേദനകൾ, സങ്കടങ്ങൾ, മറ്റുള്ളവർ പറഞ്ഞത്, ചില പേരുകൾ വിളിച്ചത്, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത്, ദുരുപയോഗിക്കപ്പെട്ടത്, ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഓർത്തു വച്ച് മരണം വരെ സങ്കടപ്പെടുന്ന അനേകരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. കർത്താവിൻ്റെ തിരുവചനം പറയുകയാണ്, നിൻ്റെ അലച്ചിലുകളുടെയും കഷ്ടതകളുടെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് നിൻ്റെ മനസ്സ് തകരുന്നു. പക്ഷേ കർത്താവ് നമ്മോട് പറയുന്ന കാര്യം ഇതാണ്, കർത്താവിൽ പ്രത്യാശ വെച്ചിട്ടാണ് നീ മുമ്പോട്ട് പോകേണ്ടത്. കർത്താവിൽ പ്രത്യാശ വെച്ച് നീ മുമ്പോട്ട് പോവുക. കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാനാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ സ്നേഹമുള്ളവരെ, പല വിധത്തിലുള്ള ദുഃഖങ്ങൾ നമ്മളെ അലട്ടാം. ചില ആളുകളെ അലട്ടുന്ന ദുഃഖങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ, അതോടൊപ്പം തന്നെ ചില മാരകമായ രോഗങ്ങൾ, ബിസിനസ് തകർന്നു പോയത്, ജോലി നഷ്ടപ്പെട്ടു പോയത്, അങ്ങനെയൊക്കെയുള്ള ചില ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം മനുഷ്യരെയും കുറിച്ചും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ഏത് പ്രതിസന്ധിയാണെങ്കിലും ഏത് തകർച്ചകളാണെങ്കിലും അവയെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ ആ ദുഃഖം നമ്മളെ നശിപ്പിച്ചു കളയും. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദുഃഖം അകറ്റണം, ആത്മാവിനെ സന്തോഷിപ്പിക്കണം, ഹൃദയത്തെ ആശ്വസിപ്പിക്കണം. ഒരിക്കലൊരു പുസ്തകം വായിച്ചപ്പോൾ ആ പുസ്തകത്തിൽ അമേരിക്കയിൽ സംഭവിച്ച ഒരു കാര്യം ആ പുസ്തകത്തിൽ എഴുതിയിരുന്നത് വളരെയധികം എന്നെ ആകർഷിച്ചു. അവിടെ ഉള്ള ഒരു ഡോക്ടറെക്കുറിച്ച്, ആ ഡോക്ടറുടെ ചികിത്സ നേടിയിരുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചുമാണ് ആ പുസ്തകത്തിൽ വായിച്ചത്. ആ ഡോക്ടർ ഒരു അസ്ഥിരോഗ വിദഗ്ധനാണ്. ഈ അസ്ഥിരോഗ വിദഗ്ധനായ ഈ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് മൈക്കിൾ കോളിൻസ് എന്നാണെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിൻ്റെ അരികിൽ ഒരിക്കലും ഒരു പെൺകുട്ടി, 19 വയസ്സുള്ള ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ അരികിൽ ചികിത്സയ്ക്കായിട്ട് വന്നു. അവളുടെ ശരീരമാസകലം വേദനയും അസ്വസ്ഥതയൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് അവളുടെ അരക്കെട്ടിൻ്റെ ഭാഗത്തൊക്കെ ശക്തമായ വേദനയൊക്കെ ആയിട്ടാണ് ഡോക്ടറെ കാണാൻ വന്നത്. അങ്ങനെ ഈ ഡോക്ടർ, ഈ അസ്ഥിരോഗ വിദഗ്ധൻ, ആ പെൺകുട്ടിയെ പരിശോധിച്ചു. ആ പെൺകുട്ടിയെ പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ അവളോട് പറഞ്ഞു, മോളെ, നിനക്ക് അസ്ഥിയിൽ ക്യാൻസറാണ്. പിന്നീട് ഏതാനും ടെസ്റ്റുകളൊക്കെ നടത്തി അവസാനം അദ്ദേഹം അവളോട് പറഞ്ഞു, മോളെ, നിനക്ക് അസ്ഥിയിൽ ക്യാൻസറാണ്. കുട്ടിയുടെ പേര് സാറ എന്നാണ്. സാറ, നിനക്ക് അസ്ഥിയിൽ ക്യാൻസറാണ്. ഇതിന് ഒരേ ഒരു ചികിത്സയുള്ളത്, നിൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് ഒരു കാല് പൂർണ്ണമായിട്ടും ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യണം. അതല്ലാതെ ഒരു ചികിത്സയും ഇതിനില്ല. ഒരു 19 വയസ്സുകാരി പെൺകുട്ടി, ഒന്ന് ആലോചിച്ച് നോക്ക്. അവൾ അരക്കെട്ടിൻ്റെ ഭാഗത്ത് വേദനയെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാൻ ചെന്നു. കുറേ ടെസ്റ്റുകളൊക്കെ നടത്തി. ഡോക്ടർ പറയുകയാണ്, മോളെ, നിനക്ക് അസ്ഥിയിൽ ക്യാൻസറാണ്. ഒരേ ഒരു ചികിത്സയുള്ളത്, നിൻ്റെ അരക്കെട്ടിൻ്റെ താഴേക്ക് ഒരു കാല് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുക. ആ പെൺകുട്ടിക്ക് ഉണ്ടാകാവുന്ന സങ്കടവും ദുഃഖവും ആ ഞെട്ടലും എത്ര വലുതാണെന്ന് നമുക്കറിയാം. സ്നേഹമുള്ളവരെ, എങ്കിലും ആ നല്ലവനായ ഡോക്ടർ ആ പെൺകുട്ടിയെ ആശ്വസിപ്പിച്ചു. വേണ്ട വിധത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവളുടെ വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ വന്നു, ഡോക്ടറുമായിട്ട് സംസാരിച്ചു. പിന്നീട് അവർ ഈ ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചു. അതിനുശേഷം അങ്ങനെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് അവൾക്ക് ചികിത്സയും ഓപ്പറേഷനൊക്കെ നടന്നു. ഓപ്പറേഷന് ശേഷം അവളുടെ ശരീരത്തിൽ നിന്ന് ഒരു കാല് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. കുറച്ച് ദിവസം അവൾ എന്തോ ഇൻഫെക്ഷനൊക്കെ ബാധിച്ച് വെൻറ്റിലേറ്ററിലായിരുന്നു. അതിനുശേഷം സാധാരണ മുറിയിലേക്ക് അവളെ മാറ്റി. അപ്പോൾ സാധാരണ മുറിയിലിരിക്കുമ്പോൾ ഈ പെൺകുട്ടി വളരെ സന്തോഷത്തോടുകൂടെ എല്ലാവരുടെ അടുത്തും പെരുമാറുകയും ഇടപഴകുകയും ചെയ്യുന്നത് കണ്ട് ഈ ഡോക്ടറും നേഴ്സുമാരും എപ്പോഴും അതിശയിക്കുമായിരുന്നു. ഒരിക്കൽ ഈ ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന ഒരു നേഴ്സ് ഒരിക്കൽ ഈ സാറയോട് ചോദിച്ചു, സാറ,
ഇത്രയും സങ്കടത്തിൻ്റെ ഇടയിലും നിനക്ക് എങ്ങനെയാണ് ഇത്രയും സന്തോഷത്തോടെ ആയിരിക്കാൻ സാധിക്കുന്നത്? അതിന് സാറ നൽകിയ മറുപടി ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്. സാറ ആ നേഴ്സിനോടും ഡോക്ടറോടും ഇങ്ങനെയാണ് സാറ അന്ന് പറഞ്ഞത്, ഒരു കോടീശ്വരന് $1000 നഷ്ടപ്പെട്ടു പോയാലും അദ്ദേഹം ഇപ്പോഴും സമ്പന്നനല്ലേ? ഉള്ള സമ്പത്തിൽ അദ്ദേഹത്തിന് സന്തോഷിച്ച് ജീവിച്ചുകൂടെ? ഒരു കോടീശ്വരന് $1000 നഷ്ടപ്പെട്ടു പോയാലും അയാൾ അപ്പോഴും സമ്പന്നനല്ലേ? ഉള്ള സമ്പത്തിൽ സന്തോഷിച്ച് അയാൾക്ക് ജീവിച്ചുകൂടെ? അപ്പോൾ സ്നേഹമുള്ളവരെ, അവൾ അതിനുശേഷം പറഞ്ഞ കാര്യം ഇതാണ്, എനിക്കെൻ്റെ കാല് നഷ്ടപ്പെട്ടു പോയതിൽ സങ്കടമുണ്ട്, പക്ഷേ എങ്കിലും ഇനിയും സന്തോഷിക്കാനുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ ആലോചിച്ച് സന്തോഷിച്ച് ജീവിക്കും. അതൊരു വലിയൊരു പാഠമായിരുന്നു. ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേട്ട് ആ ഡോക്ടറും ആ ഹോസ്പിറ്റലുണ്ടായിരുന്നവർ അതിശയിച്ചു പോയി. ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞുവെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്, ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തെയും ദൈവത്തെയും ശപിച്ച് മരണം കാത്ത് കിടക്കുമായിരുന്നു. അവളുടെ ആത്മവിശ്വാസവും അവളുടെ നല്ല ചിന്തകളും എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചുവെന്ന് ആ പ്രശസ്തനായ ഡോക്ടർ പറഞ്ഞതായിട്ട് ആ പുസ്തകത്തിൽ വായിക്കുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, ആ ചിന്തകൾ എത്ര മനോഹരമാണ്. ജീവിതത്തിലൊരു പ്രതിസന്ധി കടന്നു വന്നപ്പോഴും, ഒരു മാരകമായ രോഗം കടന്നു വന്നപ്പോഴും, തകർച്ച കടന്നു വന്നപ്പോഴും ആ തകർച്ചയിലേക്ക് മാത്രം നോക്കിയിരിക്കാതെ, ആ രോഗത്തിലേക്ക് മാത്രം നോക്കിയിരിക്കാനുള്ള, സന്തോഷിക്കാനുള്ള കാരണങ്ങളിലേക്ക് നോക്കി ജീവിതത്തെ ഏറ്റവും സന്തോഷമുള്ളൊരു ജീവിതമാക്കി, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു ജീവിതമാക്കി മാറ്റാൻ ആ പെൺകുട്ടിക്ക് സാധിച്ചു. അതാണ് ദൈവത്തിൻ്റെ വചനം ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. നിൻ്റെ ദുഃഖങ്ങളിലേക്ക് മാത്രം നോക്കാതിരിക്കുക, രോഗങ്ങളിലേക്ക് മാത്രം നോക്കാതിരിക്കുക, തകർച്ചകളിലേക്ക് മാത്രം നോക്കാതിരിക്കുക, ദൈവത്തിലേക്ക് നോക്കുക. നിൻ്റെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളിലേക്ക് നീ നോക്കുക, സന്തോഷിക്കാനുള്ള കാരണങ്ങളിലേക്ക് നോക്കുക. നിനക്ക് തീർച്ചയായിട്ടും ഈ ജീവിതത്തിൽ സന്തോഷിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും സാധിക്കും. അതിനുള്ള കൃപ ഈശോയിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയോട് നമുക്ക് വാങ്ങാം. ഈശോ തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിക്കും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നിൻ്റെ കഷ്ടതകളുടെയും അലച്ചിലുകളുടെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് മനസ്സ് തകർന്നു പോകുന്നു. എന്നാൽ ഒരു കാര്യം എനിക്ക് പ്രത്യാശ തരുന്നു, കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. അതേ സ്നേഹമുള്ളവരെ, എത്ര വലിയ ദുഃഖങ്ങളിലൂടെ കടന്നു പോയാലും, കഷ്ടതകളിലൂടെ കടന്നു പോയാലും, തകർച്ചകളിലൂടെ കടന്നു പോയാലും അതിനപ്പുറം നമ്മൾ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. അതിനപ്പുറം നമ്മളെ സുഖപ്പെടുത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്, അനുഗ്രഹിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. അതേ, ദുഃഖങ്ങളിൽ നമ്മൾ പെട്ടുപോയാൽ അത് പിന്നീട് ആ ദുഃഖങ്ങൾ നമ്മൾ നശിപ്പിക്കും. ദുഃഖത്തിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. അതിനാൽ സ്നേഹമുള്ളവരെ, ഏതെങ്കിലും കാര്യങ്ങൾ ഓർത്തോർത്തോർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ഏതെങ്കിലും കാര്യങ്ങളോർത്തോർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? പ്രിയപ്പെട്ടവരുടെ മരണങ്ങളോർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ഏതെങ്കിലും രോഗങ്ങളോർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? കർത്താവിൻ്റെ തിരുവചനം പറയുന്നു, ദുഃഖം അകറ്റുക, ആത്മാവിനെ സന്തോഷിപ്പിക്കുക, ഹൃദയത്തെ ആശ്വസിപ്പിക്കുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരും. അതിനുള്ള അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ സൗഖ്യവും കർത്താവിൻ്റെ സന്തോഷവും പ്രത്യാശയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ, പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.